ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നൊക്കെ. ഈ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്ത് താഴത്തേക്കൊരു മോൻ്റെ വന്ന് ഇവിടെ കുറച്ച് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത പോലെ തോന്നി. അപ്പോൾ ഞാനിവിടെ ഈ താഴത്തു നിന്നൊരു കോൾ പൊസിഷൻ എടുത്തിട്ടുണ്ട്. സെയിം ടൈമിൽ നിഫ്റ്റിയിലും ഈ പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകൾക്ക് വന്ന പോലെയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കോൾ എടുത്തിട്ടുണ്ട്. നിഫ്റ്റി അപ്പം തന്നെ കുറച്ച് മുകൾക്ക് പോയി നല്ലൊരു പ്രോഫിറ്റ് അപ്പം തന്നെ വന്നു. നിഫ്റ്റീൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലല്ല, നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 1000 റുപ്പീസ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അനങ്ങുന്നില്ല. ബാങ്ക് നിഫ്റ്റി അനങ്ങാതെ നിൽക്കുകയാണ്. ഈ ഒരു ലെവലിലൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റർ ചെയ്തത്. ഒരു 50 പോയിൻ്റ് എസ് എൽ വെച്ചിട്ടുണ്ട്. സെയിം നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഒരു 10 പോയിൻ്റ് എസ് എൽ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി നല്ല മൂവ് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി അത്ര കണ്ട് മൂവ് ചെയ്യുന്നില്ല. ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എല്ലാത്തിലും ഇവിടെ ഒരു എന്താ പറയുക ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യുക പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഷോൾഡർ, ഹെഡ്, ഷോൾഡർ, ഈ ഷോൾഡറിൻ്റെ ലോയിലാണ് ഞാൻ കോൾ ബൈ ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഈ ഒരു റേഞ്ച് വരെയൊക്കെ ആൾക്കാർ ഇവിടുന്ന് സെല്ല് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ, പ്രീവിയസ് ഡേ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ ഇവിടുന്ന് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് മുകൾക്ക് പോകുന്നില്ലാണ് ലോജിക്ക്. നിഫ്റ്റിയിലും സെയിം തന്നെയാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ മറ്റേ ഐ ടിയും നിഫ്റ്റിയും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെ മൊമെൻറ്റില്ല. അപ്പോൾ ഇതിലും ഇതുപോലെ ലോ ബ്രേക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് ഇത് ഇപ്പോൾ മുകൾക്കില്ല. പക്ഷേ ഐ ടിയിൽ നല്ല 2 കാൻഡിൽ വന്നു. അതുകൊണ്ടാണ് നിഫ്റ്റി നല്ല മൂവ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. എന്തായാലും നോക്കാം. ഇപ്പോൾ ഇവിടെ വിവാപ്പിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഈ മുകളിലത്തെ ഈ ഒരു ഹൈ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇപ്പം ഞാൻ ഇതിൽ നോക്കിയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ്റെ ഏരിയയിലാണ്. കാരണം ഈ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഹൈ മുതൽ ഈ ലോ വരെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 50% ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കണം. നോക്കിയതിൻ്റെ ശേഷം മുകൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റൺ ചെയ്യാൻ വിടും. ഇവിടുന്ന് എന്തെങ്കിലും റിജക്ഷൻ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവണോ വേണ്ടതെന്ന് അപ്പോൾ ആലോചിക്കാം. ഓക്കെ അപ്പോൾ കുറച്ച് പേര് എന്താ പറയുക, ജനുവരി മന്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജ് അയച്ചിരുന്നു, കമൻ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ജനുവരി മന്തിൽ ജനുവരി 1 മുതൽ ജനുവരി 24 വരെ നമ്മുടെ ആ വലിയ ലോസ് ഉണ്ടായില്ലേ, ആ വലിയ 39,000 സംതിങ് ലോസ് ഉണ്ടായതിൻ്റെ മുന്നത്തെ ദിവസം വരെ ഞാൻ 82,000 പ്രോഫിറ്റിലായിരുന്നു നിന്നിരുന്നത്. 82,000 പ്രോഫിറ്റിലുണ്ടായിരുന്നു ഞാൻ. നെക്സ്റ്റ് 1, 2, 3, 4, 5 ദിവസത്തിൽ 31st വരെ ആക്കുമ്പോൾ എല്ലാം പോയി. ലാസ്റ്റ് 23,000. അതിൽ ബ്രോക്കറേജും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും 13,000 കഴിഞ്ഞ മാസം പ്രോഫിറ്റ് ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുഴപ്പമില്ല. ഇത് പക്ഷേ ഈ 24 വരെ ഉണ്ടായിരുന്ന ദിവസത്തിലെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഇത് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 1 ഞാൻ എൻ്റെ ആകെ 20,000 വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ദിവസം പ്രോഫിറ്റും കൂടി വന്നപ്പോഴാണ് ഇത് 26 ആയത്. ജനുവരി 1 തന്നെ ഞാനൊരു 11,000 വിഡ്രോ ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ഇതിലുണ്ടായിരുന്നത് ആകെ 15,000 ആണ്. ഈ 15,000 നിന്ന് പിന്നെ ഒരു പിറ്റേ ദിവസം ലോസായി. അതിൽ ഓൾമോസ്റ്റ് 14,000 എത്തി. ഈ 14,000 നിന്നാണ് ഞാൻ തിരിച്ച് ഇതിനെ ഈ ഒരു 86 വരെയൊക്കെ എത്തിച്ചത്, ക്യാപിറ്റലിനെ 86. പിന്നെ അവിടുന്ന് ഫുള്ള് ഉണ്ടോ ഈ ലോസോട് ലോസാണ്. ഇത്രയും പിന്നെ അതിൻ്റെ ശേഷമുള്ള ഈ കംപ്ലീറ്റ് ലോസിലാണ് എൻ്റെ ഈ മൊത്തം പ്രോഫിറ്റും പോയത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മാസമായിരുന്നു. ഓപ്ഷൻ ബയേഴ്സിൻ്റെ ഒരു സിറ്റുവേഷനാണിത്. നല്ലോണം ഡിസിപ്ലിനായിട്ട് നടന്നാലേ നമുക്ക് എൻഡ് ഓഫ് ദ മന്ത് പ്രോഫിറ്റ് മുഴുവൻ ഉണ്ടാക്കിയ പ്രോഫിറ്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ പോലെ മൂഞ്ചി തിരിഞ്ഞിരിക്കേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് ഈ മാസം എന്തായാലും നോക്കാം. ഇപ്പോൾ പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 2,700 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി അങ്ങ് ബ്രേക്ക് ഔട്ട് വരുന്നില്ല. ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ പോലെ നിൽക്കുകയാണ്. ഇത് ചിലപ്പോൾ നമുക്ക് പണി തരും. ഞാനൊന്ന് നോക്കട്ടെ. പക്ഷേ അനാലിസിസ് ഒക്കെ നല്ല പ്രോപ്പറായിരുന്നു. ഇങ്ങനെ ഒരു സെല്ലേഴ്സിനെ, ഈ ലോ ബ്രേക്ക് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ
ഇവിടെ തിരിച്ച് മുകൾക്കില്ല ഇതിലായിരുന്നു നിന്നത്. പക്ഷെ എത്രത്തോളം പോകുന്നില്ല നമുക്കറിയില്ലല്ലോ. ഓൾറെഡി ബാങ്ക് നിഫ്റ്റി കുറച്ച് ബെയറിഷ് ആയിട്ടാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴത്തേക്കുള്ളൊരു മൊമെൻറ്റത്തിനുള്ള തന്നെ നിൽക്കുന്നത്. പക്ഷെ നിഫ്റ്റി നേരെ ഓപ്പോസിറ്റാണ്. നിഫ്റ്റി നല്ല ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ എസ് എൽ അടിച്ചു. ആ എസ് എൽ അടിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ ഇവിടെ കയറ്റല്ല ഞാൻ ബൈ ചെയ്തത്. ഞാൻ ഇതിൻ്റെ അടിയിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. പക്ഷേ ഈ പ്രീമിയത്തിൽ കണ്ട ഇതിൻ്റെ അടിയിൽ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. അത്ര ഒന്നും നോർമൽ ചാർട്ടിൽ എത്തിയിട്ടില്ല. അപ്പോഴത്തിന് ഇവിടെ ഒന്ന് എസ് എൽ അടിയും കഴിഞ്ഞ് പോലും തുടങ്ങി. എനിക്കറിയില്ല എന്താ സംഭവം. എന്തായാലും 1500 ബാങ്ക് നിഫ്റ്റിയിൽ എസ് എൽ അടിച്ചു. ഇനി നിഫ്റ്റി എന്താവും നോക്കാം. നിഫ്റ്റി ഇപ്പോൾ വിവാപ്പിൻ്റെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല നിഫ്റ്റിയിൽ കണ്ടോ, ഇവിടുന്ന് മേടിച്ചത് നിഫ്റ്റി അത്രയും മുകളിൽ പോയി. ബാങ്ക് നിഫ്റ്റി ഇവിടെ കിടന്ന് കളിച്ചുള്ള ടൈം കളഞ്ഞു. ഓക്കെ, രണ്ടിലും എസ് എൽ അടിച്ചു. നിഫ്റ്റിയിലൊരു 1500-ഉം ബാങ്ക് നിഫ്റ്റിയിൽ 500-ഉം വെച്ച് ലോസ്. നിഫ്റ്റിയും അതേപോലെ തന്നെ താഴത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടിലും മറ്റേ നമ്മുടെ ഇതിൻ്റെ ചാർട്ടിലൊന്നും കാണിക്കുന്ന പോലെയല്ല ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് കേട്ടോ. കാരണം ഞാൻ കാണിച്ചു തരാം. മൊമെൻറ്റം വന്നു, പക്ഷേ ഇവിടെ ഈ ഒരു ലോ ഒന്ന് ബ്രേക്ക് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ എസ് എൽ അടിച്ചിട്ട് താഴത്തോട്ട് പോകും. ഇപ്പം എല്ലാവരും ഈ എസ് എൽ അടിച്ചിട്ട് ഇപ്പം ഇനി ഗ്രീൻ ക്യാൻഡിലൊക്കെ വരുന്നുണ്ട്. ഇപ്പം എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഇന്നത്തെ എൻ്റെ പരിപാടിയൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ കുഞ്ഞു ലോസൊക്കെ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ പിന്നെയും ട്രേഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ മാസം വലിയ ലോസുകൾ വന്നത്. അപ്പോൾ എന്തായാലും ചെറിയ ലോസിൽ തന്നെ ഞാൻ നിർത്തുകയാണ്. പിന്നെ ജിജി ബോയ്സ്.